ആഴക്കടൽ മത്സ്യബന്ധനത്തിലൂടെ രാജ്യത്തിനുണ്ടായ നഷ്ടം കണക്കാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് ഈ മേഖലയിൽ നടന്ന വമ്പൻ അഴിമതിയാണ് വ്യക്തമാക്കുന്നത്. നഷ്ടത്തിന്റെ കണക്ക് 6 മാസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. 11 വർഷത്തിനിടെ പിടിച്ചത് 316 ടൺ മത്സ്യം മാത്രമാണെന്ന കേന്ദ്രത്തിന്റെ കണക്ക് തള്ളിയായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത്. പൊതുപ്രവർത്തകനായ MK സലീം നടത്തിയ നിയമ പോരാട്ടമാണ് നിർണായക വിധിയിലെത്തിച്ചത്. ട്രോളറുകൾക്ക് അനുമതി കത്ത് നൽകുന്ന LOP സംവിധാനം നിലവിൽ വന്ന ശേഷമുള്ള ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ കണക്ക് വ്യക്തമാക്കണമെന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ മേഖലയിലെ അഴിമതി ചൂണ്ടിക്കാണിച്ച് പൊതുപ്രവർത്തകനായ MK സലീം സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. 2005 മുതൽ 2015 വരെ 316 ടൺ മത്സ്യം മാത്രമേ പിടിച്ചിട്ടുള്ളൂവെന്ന കേന്ദ്ര ഫിഷറീസ് സർവേ വകുപ്പിന്റെ റിപ്പോർട്ട് തള്ളിയ കോടതി LOP സമ്പ്രദായം നടപ്പാക്കിയ രീതിയെ വിമർശിക്കുകയും ചെയ്തു. ആഴക്കടൽ മത്സ്യബന്ധനത്തിലൂടെ രാജ്യത്തിന് സംഭവിച്ച നഷ്ടം വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കണമെന്നും ഉത്തരവിട്ടിട്ടുണ്ട്. ഉത്തരവ് നടപ്പാക്കപ്പെട്ടാൽ ആഴക്കടലിൽ വിദേശ ട്രോളറുകൾ നടത്തിയ മത്സ്യചൂഷണത്തിന്റെ കോടികളുടെ കണക്കായിരിക്കും പുറത്തുവരിക. നമ്മളെ മത്സ്യത്തൊഴിലാളികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സിസ്റ്റം, ഒരു പുതിയൊരു സിസ്റ്റം, ഒരു സ്കീമും ആണ് തയ്യാറാക്കേണ്ടത്. അവരെ പഠിപ്പിക്കുന്നതിന് പുതിയ ക്രൂവിനെ കൊണ്ടുവന്ന് പഠിപ്പിക്കണം. എന്നിട്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം പോലെ എന്നുവെച്ചാൽ അംബാസഡർ സിസ്റ്റം പോലെ എല്ലാ ഓഫീസർമാരെയും ഇതിനകത്ത് കണക്ട് ചെയ്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളെയും ഇതിനകത്ത് കണക്ട് ചെയ്ത് എത്ര മീൻ ഓരോ ദിവസം പിടിക്കും എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടി എന്നിട്ട് നേരെ നമ്മളെ പോർട്ടുകളിൽ ഇറക്കാനുള്ള സംവിധാനത്തിൽ ഇനി പുതിയ ഗൈഡ് ലൈൻസ് പോലും ഇറക്കാവുള്ളൂ. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കൃത്യമായ ചട്ടങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. LOP സംവിധാനത്തിന്റെ മറപിടിച്ച് ഇന്ത്യൻ കമ്പനികളെ ഉപയോഗിച്ച് വിദേശ ട്രോളറുകൾ മത്സ്യബന്ധനം നടത്തുന്നു എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. ശ്യാമാർ ബാബു, മീഡിയ 1, കൊല്ലം.